ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാട്ടിൽ പോകണം. ഞാനിപ്പോൾ ഈ ക്യാമറ സൈഡിലോട്ട് ചിരിച്ച് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആംഗിളിൽ എന്നെ കാണുന്നത്. അപ്പോൾ ഞാൻ നാട്ടിൽ പോവാണ്, അതിൻ്റെ പാക്ക് ചെയ്യാനുള്ള ഒരു മൂഡിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ പെട്ടിയെല്ലാം എടുത്ത് കൂട്ടി പിടിച്ചിരിക്കുമായിരുന്നു. അതെല്ലാം എടുത്ത് ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാക്കിങ്ങിലോട്ട് പോയാലോ? ഞാൻ ഒന്നും എടുത്തൊന്നും വെച്ചിട്ടില്ല, പക്ഷേ തുടങ്ങണം, എല്ലാം ഒന്നേലും തുടങ്ങണം. അപ്പോൾ നമുക്ക് പാക്കിങ്ങിലോട്ട് പോകാം. പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പാക്ക് ചെയ്യാനില്ല ഗൈസ്, വളരെ കുറച്ച് ചോക്ലേറ്റ്. പിന്നെ ഇവിടെ കാണുന്ന ഒരു ദേശീയ ചോക്ലേറ്റ് ആണെന്ന് എനിക്ക് തോന്നും. എവിടെ തിരിഞ്ഞാലും നമുക്ക് ഈ മിൽക്കാനുള്ള സാധനം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കുറച്ച് മേടിച്ചു. പിന്നെ ആ ബാഗിൽ കാണുന്ന അത്രയും ചോക്ലേറ്റ് ഞാൻ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ 2-3 ഡ്രസ്സുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 7 മാസം കൂടി നാട്ടിൽ പോകുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ മതി, ആഡംബരം വേണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ഫ്ലൈറ്റ് എടുക്കാനുള്ള മെയിൻ കാരണം എനിക്ക് ജസ്റ്റ് 15,000 രൂപയ്ക്കാണ് ഈ ഫ്ലൈറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എനിക്ക് 15,000 രൂപ ആയിട്ടുള്ളൂ കൊച്ചിയിലേക്ക് എത്താൻ വേണ്ടി. പക്ഷേ നമുക്ക് 12 മണിക്കൂർ റിയാദിൽ ലേ ഓവർ വരുന്നുണ്ട്, 12 മണിക്കൂർ 5 മിനിറ്റും. അപ്പോൾ അവിടെ നമുക്ക് ഈ വിസ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനപ്പം വിസ ഒന്നും എടുത്തിട്ടില്ല, വിസ എടുക്കാണ്ടാണ് പോകുന്നത്. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് എന്താകുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. ഈ പാഡുകളും പാൻറ്റി ലൈനറും അങ്ങനത്തെ അത്യാവശ്യം വൈപ്സും ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ബ്ലാക്ക് ബാഗിൽ വെച്ചത്. അത് ജസ്റ്റ് ഒരു വെറുതെ നിങ്ങളൊന്ന് അഡീഷണൽ ആയിട്ട് ഞാൻ ജസ്റ്റ് ഫോർ ലേഡീസ് കാണിച്ചതാണ്. അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു. പിന്നെ എനിക്ക് രാവിലെ ട്രെയിന് ഫ്രാങ്ക്ഫർട്ട്. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്കുള്ള ഈ ഒരു വിഷ്വൽ ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തതാണ്. പിന്നെ ഞാൻ ചെക്ക് ചെയ്ത് ഞാൻ വിചാരിച്ചു, എന്നോട് അവർ വിസയൊന്നും ചോദിച്ചൊന്നുമില്ല, വലിയ സീനില്ലാണ്ട് ഞാൻ ഫ്ലൈറ്റ് കയറി. എനിക്ക് അവിടുത്തെ സൂപ്പറായിട്ട് തോന്നി. ഭയങ്കര സൂപ്പർ കസ്റ്റമർ സർവീസ് ആയിരുന്നു. എനിക്കത് ഭയങ്കര സൂപ്പറായിട്ട് തോന്നി. പിന്നെ തന്നെ ഇവർ ഞെട്ടിച്ച സാധനമാണ്. ഇവരെനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഈ ഒരു ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് പോലെ ഒരു സാധനം കൊണ്ട് തന്നു. ഞാൻ വിചാരിച്ചെന്തൊരു ക്രിസ്മസ് ചോക്ലേറ്റ് ഒക്കെ ആയിരിക്കുന്നു. പക്ഷെ തുറന്നപ്പോൾ അതിനകത്തൊരു ഐ മാസ്കും പിന്നെ നമുക്ക് ഈ ചെവി വെക്കേണ്ട ഇയർ പ്ലഗ്സും പിന്നെ അതിലും അപ്പുറം എന്നെ ഞെട്ടിച്ചൊരു കാരണമാണ് ഇവരെനിക്ക് പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റ് തന്നു. 12 മണിക്കൂർ ലേ ഓവർ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവരെനിക്ക് പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റും തന്നു. പിന്നെ രാത്രിയായി ഗൈസ്, നമ്മൾ രാത്രിയാണ് എത്തിയത്. രാത്രി അവിടുത്തെ ടൈം 11:30ക്കാണ് എത്തിയത്. നമ്മൾ ഇതുകൊണ്ടൊരു ചിപ്പ് പോലെ ഇങ്ങനെ മൂടി നിന്ന് കാണുമ്പോൾ നമ്മൾ സൗദി എത്തി. പക്ഷേ അവിടെ ചെന്നപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്കാൻ ചെയ്ത് നമ്മുടെ ക്യാബിൻ ബാഗ് സ്കാൻ ചെയ്ത് അങ്ങ് കയറിപ്പോയി. പ്രത്യേകിച്ച് അവരൊന്നും ചോദിച്ചില്ല. പിന്നെ ഞാൻ ഇവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. പക്ഷേ ഇത് ബംഗ്ലാദേശിലേക്ക് പോകുന്ന സ്ഥലത്തിലെ ഗേറ്റ് ആയിരുന്നു. അപ്പോൾ അവർ കുറേ പേര് ഞാൻ കണ്ടു. അങ്ങനെ പിന്നെ ഇതിവിടെ ഫുഡ് കോർട്ടാണ്. ഇവരിങ്ങനെ ഫുൾ അവരുടെ ഒരു കൾച്ചർ അതൊക്കെ കാണിച്ചു തരുന്ന ടൈപ്പാണ്. പക്ഷേ ഭയങ്കര വലിയ ഫുഡ് കോർട്ടൊന്നും, ഭയങ്കര സൂപ്പർ എയർപോർട്ടല്ല, നമുക്ക് കാണാൻ മാത്രമൊന്നുമില്ല. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ശരിക്കും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, ബംഗ്ലാദേശുകാർ പോകുന്ന ആ ഒരു ഗേറ്റിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അവരാണെങ്കിൽ ഫ്ലൈറ്റ് ലേറ്റായി, ഫുൾ ബഹളം അങ്ങനെയൊക്കെയാണ്. ഞാൻ ലാസ്റ്റ് ഇവിടെ വന്ന് ഇരുന്ന് ഈ ഒരു ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഉറങ്ങിയെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ട് ഉറങ്ങിയിട്ടുമില്ല. അപ്പോൾ അതൊരു ടാസ്ക് എത്തുന്നു. രാത്രി ഫുൾ ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കേണ്ടി വന്നു. പിന്നെ ഞാൻ രാവിലെ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് പിന്നെ ചെക്ക് ഇൻ ചെയ്യാൻ പോകാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട, അവർ ലഗേജ് കയറ്റി വിടും. നമ്മുടെ ഓൾറെഡി ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കും ഗേറ്റ്, ആ ഗേറ്റ്. അല്ലാണ്ട് നമ്മുടെ ആ ടിക്കറ്റിലൊന്നും അവർ എഴുതി തരില്ല. പിന്നെ ഞാൻ വേറെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. ഇപ്പോൾ ഞാൻ കൊച്ചിയിലെത്തിയ ശേഷം നമ്മൾ ഇമിഗ്രേഷൻ്റെ അവിടെ പോയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു, സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോ അവിടെ നമ്മൾ നോർമലി കാണും. പിന്നെ ഞാൻ ബാഗ് കളക്ട് ചെയ്ത് കാറിന്. പിന്നെ ട്വിസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ണൂർ എത്തണം. അപ്പോൾ ഞാൻ KSRTCക്കാണ് പോകുന്നത്. അപ്പോൾ KSRTC സ്റ്റാൻഡിലെത്തി. അവിടെ ചെന്നിട്ട് 1 മണിക്കൂറായിട്ട് ബസ് വന്നില്ല. പിന്നെ ഞാനിങ്ങനെ ആടിപ്പാടി വീട്ടിലേക്ക് കയറാനുള്ള ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. ഞാൻ വീട്ടിലെത്തി. പക്ഷേ ഞാൻ വീട്ടിലെത്തിയത് ഇപ്പം വൈകുന്നേരമായി. ഞാൻ രാവിലെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഒന്നും എടുത്തില്ല. ഇപ്പോഴാണ് എനിക്ക് എടുക്കാൻ ടൈം കിട്ടിയത്. ഞാൻ പിന്നെ എണീറ്റ് 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പം ബസ്സിനൊക്കെ വന്ന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്ലൈറ്റാണ്. പക്ഷേ നിങ്ങൾ ഒരു കൊച്ചി സറൗണ്ടഡ് ആയിട്ടുള്ളൊരു ആളാണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറായിരിക്കും. അപ്പോൾ എനിക്ക് ആ 12 മണിക്കൂർ ലേ ഓവറിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് എത്താം. അപ്പം ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.